എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പരിശോധിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് ജലദിനമാണ്. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ദിവസമെങ്കിലും നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി ജലം ഉപയോഗിക്കുക, വിനിയോഗിക്കുക. ഓക്കെ, ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെ കാണാൻ ആശമാർ. തങ്ങൾക്ക് വേണ്ടി വീണ ജോർജ് ഇനി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണേണ്ടെന്നും ആശാ സമര നേതാവ് അനിതാകുമാരി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ട് ഞങ്ങൾ ആശമാരി സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ജീവിത ചെലവ് താങ്ങാനാവാത്തതിനാലാണ് സമരത്തിന് ഇറങ്ങിയതെന്നും ആശമാർ. സമരം ഇന്ന് 41ാം ദിവസം. നിരാഹാരം തുടരുന്നു. ജനസംഖ്യാടിസ്ഥാന മണ്ഡല പുനർനിർണയത്തിനെതിരെ ബി.ജെ.പി. ഇതര കൂട്ടായ്മ. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിച്ച യോഗം രാവിലെ 10-ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ. തെലങ്കാന, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. ഒറ്റമൂലി വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. മഞ്ചേരി കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് 1, 2, 6 പ്രതികളെ. വിധി വരുന്നത് ദൃക്സാക്ഷികളില്ലാതെ. ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായ കേസിൽ. താമരശ്ശേരിയിൽ പിടിയിലായ ഫായിസ് MDMA വിഴുങ്ങിയെന്ന് സ്ഥിരീകരണം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്ത്. ലഹരി മാഫിയയെ പൂട്ടാനുള്ള നടപടികൾ തുടരുന്നു. കുറുപ്പമ്പടി പോക്സോ കേസിൽ പെൺകുട്ടികളുടെ അമ്മ അറസ്റ്റിൽ. നടപടി പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന് ചോദ്യം ചെയ്യൽ തുടരും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ഇനി 2 മാസക്കാലം IPL ആവേശനാളുകൾ. 13 വേദികളിലും ബോളിവുഡ് താരങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ. ആദ്യ പോരാട്ടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. മത്സരം ഈഡൻ ഗാർഡൻസിൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ന് അർജന്റീന യുറുഗ്വേ പോരാട്ടം. അർജന്റീന ഇറങ്ങുന്നത് പരുക്കേറ്റ മെസ്സി ഇല്ലാതെ. പോയിന്റ് ടേബിളിൽ അർജന്റീന മുന്നിൽ, യുറുഗ്വേ 3-ാമത്. നമുക്കിന്ന് നമ്മുടെ ഭൂമിക്കായി ഒന്നിക്കാം. രാത്രി 8:30 മുതൽ 9:30 വരെ ഭൗമ മണിക്കൂർ ആചരണം. വൈദ്യുതി വിളക്കുകൾ അണച്ചിടാം. ലോക ജലദിനവും ഇന്ന്. ജലം അമൂല്യമാണ്, പാഴാക്കരുത്. വിശദമായി നമ്മൾ കടക്കുകയാണ്. ആശമാരുടെ സമരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നത്തെ വാർത്തയുടെ ശ്രദ്ധാകേന്ദ്രം. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ആശാപ്രവർത്തകരുടെ നീക്കം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. തങ്ങൾക്കായി വീണ ജോർജ് ഇനി നഡ്ഡയെ കാണണ്ട. കേന്ദ്രമന്ത്രിയെ കാണാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാമെന്നും ആശാപ്രവർത്തക അനിതാകുമാരി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. ഞങ്ങളിപ്പം ആരോഗ്യമന്ത്രി കണ്ടില്ലെങ്കിൽ ആരോഗ്യമന്ത്രി പോയിട്ട് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്ന് ഒരു പ്രഹസനമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആശമാർ ശ്രമിക്കുന്നുണ്ട് സാറേ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ട് ഞങ്ങൾ ആശമാർ സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ വികാരനിർഭരയായി സംസാരിച്ച് ആശാ വർക്കർ അനിതാകുമാരി. തങ്ങളുടെ പ്രശ്നങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയാണ്. സമരം നിർത്തി തിരിച്ചുപോയാൽ കിടപ്പാടം പോലും ഇല്ലാത്ത നിരവധി പേർ തങ്ങൾക്കൊപ്പമുണ്ട്. ജീവിത ചെലവ് താങ്ങാനാവാത്തതിനാലാണ് സമരത്തിന് ഇറങ്ങിയത്. നിർധനർക്കായുള്ള സമരത്തിൽ കനിവുണ്ടാകണമെന്നും അനിതാകുമാരി അഭ്യർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്നും 40 ദിവസം മുമ്പ് ഇറങ്ങിയത് എങ്ങനെയാണെന്നും ഇപ്പോഴും 40 ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അവസ്ഥ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓരോ അമ്മമാരുടെയും അവസ്ഥ.
അവിടെ കിടക്കുന്നതെല്ലാം വിധവകളാണ് സാറേ. അറിയോ? വീടില്ല, കയറിപ്പ് പോവാൻ സ്ഥലമില്ല. 6,000-7,000 രൂപ ഓണറേന് കൃത്യമായിട്ടും കിട്ടാത്തതുകൊണ്ട് വാടക വീട് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പം അവർ ഒരു സ്ഥലത്തുനിന്ന് ഒഴിയാൻ പറഞ്ഞു. 1 മാസം 2 മാസം നടന്നാലും വാടക വീടില്ല. അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുള്ളവരാണ് അവിടെ കിടക്കുന്നത് സാറേ. ഇന്ന് നിങ്ങൾ സമരം ഞങ്ങളെ ഒത്തീർപ്പാക്കി വിട്ടാലും ഇന്ന് വീട്ടിൽ പോകാൻ പോകാൻ പറ്റാത്ത എത്ര ആശമാരവിടെ ഉണ്ട് സാറേ. അതേസമയം ആശമാരുടെ നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 പേർ നിരാഹാരം അനുഷ്ഠിച്ചതിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമരം 41-ാം ദിവസത്തിലേക്കാണ് അതേസമയം കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയാത്തതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് തിരികെ കേരളത്തിലേക്ക് എത്തിയിരുന്നു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പിന്നീട് അറിയിക്കുകയും ചെയ്തു. ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ യാത്ര എന്ന തരത്തിൽ വിവാദവും ഇതിനിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിവരങ്ങളുമായി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ ആശമാരുടെ സമരം അത് ആവേശം ചോരാതെ 41-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം ശക്തമായി തുടരുകയാണ്. തങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുന്ന സർക്കാരിന്റെ സഹായം ഇനി വേണ്ട, ഇനി കേന്ദ്ര ആരോഗ്യമന്ത്രിയൊക്കെ കാണേണ്ടത് എങ്ങനെയാണ്, അത് മന്ത്രിക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്നുള്ള അത്തരത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആശമാർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് അവരുടെ നീക്കം? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ആശമാരെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അതാണ് വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഓണറേറിയം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവരാവശ്യം. അത് സാധിച്ചു കൊടുത്തു. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ സഹായം വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് ആനുപാതികമായി സംസ്ഥാനം വർദ്ധിപ്പിക്കാം. ഇത് ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി എം പി രാജേഷും കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ വ്യക്തമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. സമരം അവസാനിപ്പിക്കാൻ ഈ സമരം ചെയ്യുന്നവരിൽ ചിലർക്ക് അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം നൽകുന്ന ചിലർക്ക് താല്പര്യമില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരമാണ്. സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാട് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. അതുതന്നെ ആശമാരും പറയുന്നു. സംസ്ഥാന സർക്കാരിൽ അവർക്ക് പ്രതീക്ഷയില്ല. പ്രതീക്ഷയുള്ളത് കേന്ദ്ര സർക്കാരിലാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും എന്ന് വ്യക്തമാക്കുകയാണ് ആശാ സമരക്കാരും ചെയ്യുന്നത്. പൂർണ്ണമായും ഇതൊരു രാഷ്ട്രീയവാദമായി മാറുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പ്രതീക്ഷ കൂടി കൈവിടുകയാണ് ആശമാർ. നിരാഹാര സമരം 3-ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആശമാർ കൂടുതൽ ശക്തമായ പ്രതിഷേധവും ഒരുപക്ഷെ ഉണ്ടാകാം. ഏതായാലും സംസ്ഥാന സർക്കാരിലുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് ആശമാർക്ക്. സംസ്ഥാന സർക്കാരും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അരുൺ, എന്തായാലും ഈ വിഷയം പ്രതിപക്ഷം വലിയ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇനി പ്രതിപക്ഷം ഏതൊക്കെ തരത്തിലായിരിക്കാം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മാത്രമല്ല, ഇന്ന് നമ്മൾ സമരപ്പന്തലിലേക്ക് എത്തിയാൽ കൂടുതൽ പിന്തുണയുമായി കൂടുതൽ നേതാക്കളൊക്കെ അവിടേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും, അല്ലേ? സമരപ്പന്തലിൽ ഓരോ ദിവസവും കൂടുതൽ ആളുകൾ പിന്തുണയുമായി എത്തുന്നുണ്ട്. സമരത്തിന് പിന്തുണ ഏറുന്നുമുണ്ട്. പക്ഷേ എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ആശമാർക്കും വ്യക്തതയില്ല. അവർക്കും ഈ സമരം അവസാനം വരെ സമരം എന്ന് പറയുമ്പോഴും അത്ര എളുപ്പമല്ല സമരവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചവർ മുന്നോട്ട് പോകുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനയുടെ പിന്തുണ കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളൊക്കെ സമരപ്പന്തലിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ സമരത്തിന് പുറത്തുനിന്നുള്ള പിന്തുണ UDF ഇന്നലെ വ്യക്തമാക്കിയത് ആശമാർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകം അതായിരിക്കാം. പ്രതിപക്ഷത വ്യക്തമാക്കിയത് ഞങ്ങൾ സമരത്തിനൊപ്പമാണ്, സമരം വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ആശമാർക്ക് ഒരു പുതിയ ആവേശമായി മാറുമെന്ന് ഉറപ്പാണ്. നേരത്തെ BJP അടക്കമുള്ളവർ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പിന്തുണയിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാന പ്രതീക്ഷ ആശമാരുടേത്. ശരി, വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആശമാരുടെ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 41-ാം ദിവസമാണ്. എന്തായാലും സർക്കാർ കഴിഞ്ഞ ദിവസം സഭയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സഹായങ്ങൾ ചെയ്തു, ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ മാത്രവുമല്ല, മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല. മടങ്ങിയെത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി സർക്കാരിന്റെ സഹായം വേണ്ട, ഇനി എങ്ങനെ തങ്ങളുടെ ആവശ്യം നിറവേറ്റിയെടുക്കണമെന്നുള്ളത് തങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കേന്ദ്രത്തെ നേരിട്ട് സമീപിക്കുന്നു, നേരിട്ട് കേന്ദ്രമന്ത്രിയെ പോയി കാണും എന്നുള്ളത് ആശാ വർക്കർമാർ അറിയിച്ചത് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലൂടെ തന്നെയാണ്. എന്തായാലും അവർ ശക്തമായ പോരാട്ടം തുടരുകയാണ്. നിരാഹാര സമരം ഒരു വശത്ത് തുടരുന്നു. കേന്ദ്രത്തെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിന് എതിരെ സംയുക്ത പ്രവർത്തന സമിതി രൂപീകരിക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് ബി.ജെ.പി. ഇതര പാർട്ടികളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും നേതാക്കളും പങ്കെടുക്കുന്ന യോഗം ഫലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ യോജിച്ച പോരാട്ടത്തിനുള്ള തുടക്കമാകും. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച പോരാട്ടമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത്. ലോക്സഭാ മണ്ഡല പുനർനിർണയം നടപ്പാക്കിയാൽ നഷ്ടം വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബി.ജെ.പി. ഇതര പാർട്ടികളെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവൻ സിംഗ് മാൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി, ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ പ്രതിനിധി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഫെഡറലിസത്തിനെതിരായ നഗ്നമായ ആക്രമണം ചെറുക്കാൻ സംയുക്ത പ്രവർത്തന സമിതി ഇന്നത്തെ യോഗത്തിൽ രൂപീകരിക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവേചന നിലപാടും യോഗത്തിൽ ചർച്ചയാകും. തമിഴ്നാട്ടിൽ ഡി.എം.കെ. നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദി വിരുദ്ധ സമരത്തിന്റെ കൂടി ഭാഗമാണ് യോഗം എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഹിന്ദി വിരുദ്ധ സഖ്യമായി മാറരുതെന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ അഭിപ്രായം മാനിച്ച് ഇത് യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യത കുറവാണ്. ഒരു മന്ത്രിയെയും എം.പിയെയും അയച്ചാണ് സ്റ്റാലിൻ മുഖ്യമന്ത്രിമാരെ യോഗത്തിന് ക്ഷണിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യ സഖ്യവുമായി അകന്ന മമതാ ബാനർജിയെയും യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ മണ്ഡല പുനർനിർണയത്തിൽ ലാഭമുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യ സഖ്യ നേതാക്കളായ അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ തുടങ്ങിയവരെ യോഗത്തിന് ക്ഷണിച്ചിട്ടില്ല. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയതിന്റെ പേരിൽ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന വാദമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഏതെല്ലാം നേതാക്കൾ പങ്കെടുക്കുമെന്നതും പ്രധാനമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗം ഇന്ന് 10 മണിക്കാണ് ചേരുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. പിന്തുണ അറിയിച്ച മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരും യോഗത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ. ചെന്നൈയിലെ സ്വകാര്യ ഹോട്ടലിൽ രാവിലെ 10-നാണ് യോഗം ചേരുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ഡല പുനർനിർണയത്തിനെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്നതിനപ്പുറം കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരായുള്ള ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളുടെ ഒരു യോജിച്ച കൂട്ടായ്മയായി, ഒരു പോരാട്ടമായി ഈ യോഗത്തെ കാണാൻ സാധിക്കുമല്ലേ? ആര്യ, ഭാഷാ വിവാദത്തിന് പുറമെ മണ്ഡല പുനർനിർണയ നീക്കവും കേന്ദ്രത്തിനെതിരെ ആയുധമാക്കുകയാണ് തമിഴ്നാട് സർക്കാർ, DMK. കാരണം ഭാഷാ വിവാദം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെങ്കിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ കൂടി ഒപ്പം ചേർത്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായ പോരാട്ടത്തിന് M.K. സ്റ്റാലിൻ ഇറങ്ങുന്നത്. കാരണം മണ്ഡല പുനർനിർണയം നിലവിലെ നിശ്ചയിച്ച രീതിയിൽ നടക്കുകയാണെങ്കിൽ വലിയ നഷ്ടം വരുന്ന സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഒഡീഷ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിന് ഇപ്പോൾ തമിഴ്നാട്, ഒരുപക്ഷെ തമിഴ്നാട്ടിൻ്റെ ചരിത്രത്തിൽ ഒരു ദേശീയ തലത്തിൽ ഒരു സമരത്തിന് തമിഴ്നാട് മുൻകൈ എടുക്കുന്ന ഒരുപക്ഷെ ആദ്യമായിട്ടാകാം. ഏതായാലും 10 മണിക്ക് ചെന്നൈയിലെ ഗ്രാൻഡ് ചോള ഹോട്ടലിലാണ് യോഗം നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭരണകക്ഷി നേതാക്കളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ ഈ യോഗത്തിനെത്തും. ഇത് കൂടാതെ മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി D.K. ശിവകുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് നിലവിൽ ഭരിക്കുന്നത് NDA ആണ്. അവിടെ നിന്ന് ഭരണകക്ഷികളാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് തന്നെ BRSന്റെ പ്രതിനിധികൾ ഈ യോഗത്തിനുണ്ട്. അങ്ങനെ ഒരു വിശാലമായ കൂട്ടായ്മ രൂപീകരിച്ച ഒരു പ്രതിപക്ഷ ഐക്യവേദി കൂടിയാണ് ഇന്ന് ചെന്നൈയിൽ സംഗമിക്കാൻ പോകുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത് നിലവിലെ രീതിയിലുള്ള മണ്ഡല പുനർനിർണയ നീക്കം അത് ഒഴിവാക്കുക. നിലവിൽ 2026 വരെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ മണ്ഡല പുനർനിർണയം. അപ്പോൾ അത് 30 വർഷത്തേക്ക് കൂടി നീട്ടുക എന്നൊരാവശ്യമാണ് പ്രധാനമായും ഈ യോഗം അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ നിലവിൽ മണ്ഡല പുനർനിർണയം നടത്തുകയാണെങ്കിൽ അത് 1971 സെൻസസ് പ്രകാരം നടപ്പാക്കുക. ഈ ആവശ്യമാണ് പ്രധാനമായും ഈ യോഗം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ നിലവിലെ രീതിയിൽ ജനസംഖ്യ അനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. അതിപ്പോൾ 543 എന്ന നിലവിലെ കണക്ക് പ്രകാരം മണ്ഡലം വിഭജനം നടക്കുകയാണെങ്കിൽ അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. കേരളത്തിൽ 20 സീറ്റ് എന്നുള്ളത് ഒരുപക്ഷെ 12 അല്ലെങ്കിൽ 13 ആയി കുറഞ്ഞേക്കാം. അതല്ല
നിലവിലെ ജനസംഖ്യ അനുസരിച്ച് 848 നിലയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ പോലും ആനുപാതികമായൊരു പ്രാതിനിധ്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകില്ല. ഒരുപക്ഷെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 20 സീറ്റ് എന്നത് കുറയില്ല. പക്ഷേ മറിച്ച് നിലവിൽ UP 80 എന്നുള്ള ഒരുപക്ഷെ അത് 120 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയേക്കാം. അപ്പോൾ വലിയ അന്തരം ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ടാകും. അത് ഫെഡറലിസം എന്ന ആശയത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല എന്ന വാദം ആണ് പ്രധാനമായും DMK അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിനെതിരെ യോജിച്ച് സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക, ഒപ്പം നിയമപരമായ വഴികൾ ആലോചിക്കുക, ഇതായിരിക്കും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം നിലവിലെ മണ്ഡല പുനർനിർണയം നീക്കുന്നതിന് ഒരു പ്രമേയവും യോഗം പാസ്സാക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു വാർത്താ സമ്മേളനം നേതാക്കൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ കാര്യം പ്രത്യേകിച്ചെടുക്കുകയാണെങ്കിൽ തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വർഷമാണ്. കേരളത്തിനൊപ്പം 2026 പകുതിയോടുകൂടി ഏപ്രിൽ മെയ് മാസത്തിലാണ് തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് MK സ്റ്റാലിൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരമൊരു നീക്കം മണ്ഡല പുനർനിർണയം ആയുധമാക്കിക്കൊണ്ടുള്ള കേന്ദ്രവിരുദ്ധ പോരാട്ടവുമായി രംഗത്ത് വരുന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ്. ഏതായാലും 10 മണിക്കാണ് നിർണായകമായ യോഗം നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്ക് പുറമെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. ഒരു കാര്യം കൂടി, അതായത് ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കക്ഷികൾ ഏതൊക്കെയാണ്, അതിന് പിന്നിലെ രാഷ്ട്രീയം കൂടി? ഏതാണ്ട് 7 മുഖ്യമന്ത്രിമാരെയാണ് പ്രധാനമായും ഈ യോഗത്തിലേക്ക് MK സ്റ്റാലിൻ ക്ഷണിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മന്ത്രിമാരെയും ഒപ്പം തന്നെ ഒരു MP-യെയും അടക്കം അങ്ങനെ 2 പ്രതിനിധികളെ അയച്ചുകൊണ്ടാണ് ഈ നേതാക്കളെയൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നത് നോക്കുകയാണെങ്കിൽ IT മന്ത്രിയായ പളനിവേൽ ത്യാഗരാജനും ഒപ്പം തന്നെ MP കൂടിയായ തമിഴച്ചി ആണ് കേരളത്തിൽ എത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു മുന്നേറ്റത്തിനായി ഈ മറ്റ് ഇതര പാർട്ടികളൊക്കെ ഒപ്പം നിർത്തുക എന്ന് കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് നേരിട്ടെത്തി, ഫോൺ കോളിലല്ല നേരിട്ടെത്തി ഇവരെയൊക്കെ തന്നെ ക്ഷണിച്ചത്. അങ്ങനെ 7 മുഖ്യമന്ത്രിമാരെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിൽ ചന്ദ്രബാബു നായിഡു ഉണ്ട്, ഒപ്പം ഒഡീഷ മുഖ്യമന്ത്രിയെയും ക്ഷണിച്ചിട്ടുണ്ട്. ഒഡീഷ നിലവിൽ ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ ഒഡീഷയിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടാവില്ല. നിലവിലെ രീതിയിൽ മണ്ഡല പുനർനിർണയം നടക്കുകയാണെങ്കിൽ നഷ്ടം സംഭവിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. നേരത്തെ സൂചിപ്പിച്ച പോലെ ആന്ധ്രയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ NDAയുടെ ഭാഗമാണ് TDP. അപ്പോൾ TDP നേതാക്കളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാൾ ഏതായാലും പ്രതിനിധിയെ അയക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്തെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല. മറിച്ച് ക്ഷണമുള്ള എല്ലാ ഭരണകക്ഷികളും ഒപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള കക്ഷികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തെലങ്കാനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ BRS അവർ പ്രതിപക്ഷത്താണുള്ളത്. KT രാമറാവു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിശാല കൂട്ടായ്മ, പ്രതിപക്ഷ കൂട്ടായ്മ കൂടി ഒരുങ്ങുകയാണ് ചെന്നൈയിൽ. ഏതായാലും 10 മണിക്കാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. CR രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. രാഗേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക യോഗമാണ് നടക്കുന്നത്. ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യവേദി കൂടിയായി മാറുന്നു എന്നുള്ളതാണ് സാഹചര്യം. മൈസൂരിലെ ഒറ്റമൂലി ചികിത്സകൻ ഷാബ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി M. തുഷാറാണ് വിധി പ്രസ്താവിക്കുക. 1ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 9 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടം പോലും ലഭിക്കാത്ത, ദൃക്സാക്ഷികളില്ലാത്ത അതിസങ്കീർണമായ ഒരു കേസായിരുന്നു അത്. അന്വേഷണ സംഘം വളരെ പാടുപെട്ടാണ് ഈ മറ്റ് ഫോറൻസിക് തെളിവുകളുടെ അടക്കം സഹായത്തോടുകൂടി ഇത് തെളിയിച്ചെടുത്തത്. എന്തായാലും 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇവരെ ഇന്ന് ശിക്ഷാവിധിയാണ്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് ആര്യ. 3 പ്രതികൾക്കും എതിരെ ചുമത്തിയ കുറ്റങ്ങൾ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം 1ാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിനെതിരെ ചുമത്തിയ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ 2ാം പ്രതിക്കും 6ാം പ്രതിക്കുമെതിരെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഒക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഇവർക്ക് ലഭിക്കാൻ എല്ലാ തരത്തിലും ശ്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതിൽ പ്രധാനമായിട്ടുണ്ട്. ഈ ഷബാസ് ഷെരീഫിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ നടപടി വേണം, അല്ലെങ്കിൽ ഉചിതമായ വാക്ക് ഒരുപക്ഷെ അനുയോജ്യമായിരിക്കില്ല, നൽകാവുന്ന എത്രയും വലിയ തുക തന്നെ ആ കുടുംബത്തിന് നൽകണം എന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഈ ശിക്ഷാവാദത്തിനിടെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് പണത്തിന് വേണ്ടിയാണ് ഈ ഒറ്റമൂലി കണ്ടെത്തി
അതിൻ്റെ രഹസ്യമറിഞ്ഞ് അത് വിപണിയിൽ ഇറക്കി പണം നേടുക എന്ന ലക്ഷ്യമായിരുന്നു ഈ കൃത്യങ്ങൾക്കെല്ലാം പിന്നിൽ എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അപ്പോൾ ഷൈബിൻ അഷ്റഫിനെ പോലെ കോടീശ്വരനായ ഒരാൾ തികച്ചും ദരിദ്രനായ ഒരു ഗൃഹനാഥനെയാണ് ഇല്ലാതാക്കി ആ കുടുംബത്തെ മുഴുവൻ അനാഥമാക്കുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഈ കോടതിയിൽ നിന്നും കോടതി പ്രതികളിൽ നിന്നും ഈ കുറ്റകൃത്യത്തിന് വലിയ ഒരു സംഖ്യ തന്നെ നഷ്ടപരിഹാരമായി ഈ ഷൈബിൻ അഷ്റഫ് ഷാബാസ് ഷെരീഫിൻ്റെ കുടുംബത്തിന് നൽകണമെന്നൊരു വാദവും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളിൽ വധശിക്ഷയും അതുപോലെ കടുത്ത ഇതിലേക്കൊന്നും പോകാൻ സാധ്യത കുറവാണ്. കാരണം അത് കൊലക്കുറ്റമല്ല തെളിഞ്ഞിട്ടുള്ളത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. അപ്പോൾ പരമാവധി ജീവപര്യന്തമായിരിക്കും ഇതിൽ ലഭിക്കാവുന്ന ശിക്ഷ. എന്താണെങ്കിലും ഇതിൽ എന്തെല്ലാം തീരുമാനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മാതൃകയാക്കാവുന്ന ഒരു ഉചിതമായ ശിക്ഷാ വിധി കൂടി പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. കാരണം ഒരാളെ ജീവിതത്തിൽ നിന്നും മാച്ചു കളഞ്ഞ പോലെ ഇല്ലാതെയാക്കിയിട്ട് ആ കേസിൽ അത് ചെയ്തവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുവാൻ നമ്മുടെ നിയമ സംവിധാനം തെളിയിക്കുവാൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റ് കേസുകൾക്കെല്ലാം മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു വിധിയായിട്ട് ഇന്നത്തെ ശിക്ഷാവിധിയും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് ഷാബാസ് ഷെരീഫ് വധം നിർണായകമാകുന്നത് അന്വേഷണ ചരിത്രത്തിൽ തന്നെ. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം ഒന്നും ലഭിക്കാത്ത ഒരു കേസിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മുഖ്യപ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളതും അത് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതും. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ എന്നും ആശങ്ക, നിയമ സംവിധാനങ്ങളെ പേടിക്കേണ്ട തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ തെറ്റുകാരെ ശിക്ഷിക്കും എന്ന ഉറപ്പ് ലോകത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെ പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാണെങ്കിലും 11 മണിക്കാണ് ഇന്ന് കേസ് പരിഗണിക്കുക. ആദ്യം 11 മണിക്ക് തന്നെ ഈ വിധിയും വരുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ കുറ്റകൃത്യ വാസനയുള്ള മനോഭാവമുള്ള ആളുകൾക്കൊക്കെ ഒരു പാഠമാകേണ്ട കേസ് തന്നെയാണ്. അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഒരു കൊലപാതകം നടന്നാൽ മൃതദേഹം കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇതേപോലെ ദൃക്സാക്ഷികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ പരമാവധി ശിക്ഷയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാക്കി കൊടുക്കുന്ന നിർണായകമായ തെളിവുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നുമില്ലാതെ തന്നെയും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിനും നിയമ സംവിധാനത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഷാബാസ് ഷെരീഫ് വധക്കേസിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായത് കേസിൽ നിർണായകമായി. നേരത്തെ രാധാകൃഷ്ണൻ നൽകിയ പരാതി പോലീസ് വേണ്ട ഗൗരവത്തിൽ എടുത്തില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ്. എന്തായാലും നിർണായകമായ ആ ഒരു തോക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ രാധാകൃഷ്ണൻ നേരത്തെ നൽകിയ പരാതി വേണ്ട ഗൗരവത്തിൽ പോലീസ് പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ബൈജു? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകൾ തേടുകയാണ് പോലീസ്. പ്രധാനമായും ദൃക്സാക്ഷികളില്ലാത്തൊരു കേസായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളിലൂടെ മാത്രമേ ഇയാൾക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. നാളെയോ മറ്റന്നാളോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം അത്തരത്തിൽ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക. ഇതിൽ ഏറ്റവും നിർണായകമായ തെളിവായ ഈ തോക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രതി സന്തോഷമായ തെളിവെടുപ്പിനെത്തിച്ചാണ് ഈ തോക്ക് കണ്ടെത്തിയത്. അത് ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലെ വിറകുപുരയിലാണ് ഇയാൾ അത് ഇത്തരത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇന്നലെ നമ്മൾ മോർണിംഗ് ഷോ നടത്തുമ്പോൾ ഈ തെളിവ്, ഈ തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനായി വലിയ തോതിലുള്ള തെരച്ചിലൊക്കെ നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഏറ്റവും ഒടുവിലായി ഈ തോക്ക് കണ്ടെത്താനായത്. അതിനും അപ്പുറം മറ്റു തെളിവുകൾ, കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടത്
ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇയാൾ ഫേസ്ബുക്കിലൊക്കെ നിരവധി പോസ്റ്റുകൾ ഭീഷണി സന്ദേശം മുഴക്കിക്കൊണ്ട് കൊലപാതകം നടത്തുമെന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ തോതിൽ ചോദ്യം ചെയ്യാൻ ഇന്നലെ സാധിച്ചിട്ടില്ല. തെളിവെടുപ്പ് ഉൾപ്പെടെ നടപടികളും ഉണ്ടായിരുന്നു. അത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും. ഇതിനിടയിൽ തന്നെ ഈ സംഭവം, ഇവർ തമ്മിലുള്ള തർക്കം 3 മാസങ്ങൾക്ക് മുൻപ് പരിയാരം പോലീസിൽ എത്തിയിരുന്നു. പക്ഷേ പോലീസ് അത് വേണ്ട രീതിയിൽ അത്ര ഗൗരവത്തിൽ എടുത്തില്ല എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. നിരന്തരം രാധാകൃഷ്ണനെതിരെ കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള ഒക്കെ ഭീഷണി ഇയാൾ മുഴക്കിക്കൊണ്ടിരുന്നു. ഈ കൊലപാതകം നടന്ന ദിവസവും അന്ന് രാവിലെയും രാധാകൃഷ്ണനെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നിട്ടുണ്ട്. ഇതൊക്കെ പോലീസിന് അറിയാമെങ്കിലും പോലീസ് അത്ര ഗൗരവത്തിൽ എടുത്തില്ല എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഒരു പക്ഷേ പോലീസ് ശക്തമായ നടപടി ഈ പ്രതിക്കെതിരെ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാധാകൃഷ്ണന്റെ കൊലപാതകം ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ നെഞ്ചിൽ ആഴത്തിലേറ്റ ഈ വെടിയുണ്ട മുറിവാണ് ഈ മരണകാരണമെന്നാണ് പറയുന്നത്. ഒരു ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഈ കൊലപാതകം നടത്തിയത്. ഈ തോക്ക് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇനി പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഇത്തരത്തിൽ പോലീസ് തേടുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ കുട്ടികളുടെ അമ്മയ്ക്കെതിരെ കേസ്. പീഡന വിവരം മറച്ചുവെച്ചതിന് മദ്യം കഴിക്കാൻ പ്രേരിപ്പിച്ചതിനുമാണ് കേസെടുത്തത്. കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയാണെന്ന് ആൺസുഹൃത്ത് ധനേഷ് മൊഴി നൽകിയിരുന്നു. ധനേഷിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. നമ്മളെപ്പോൾ സംസാരിച്ചാലും നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. കാരണം 10ഉം 12ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ നിരന്തരമായ പീഡനത്തിന് ഇരയായത്. അതിന് പിന്നിൽ അമ്മയുടെ അറിവ് കൂടി ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ അതൊരു അസാധാരണ സംഭവം കൂടിയാണ്. നമ്മളെ ഒരുപാട് അലോസരപ്പെടുത്തും, അസ്വസ്ഥതപ്പെടുത്തും എന്നുള്ളതാണ് സാഹചര്യം. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്? ആജ്ഞ, പോലീസ് എന്താണ് പറയുന്നത്? അവരുടെ നീക്കം. ഗുഡ് മോർണിംഗ് ആര്യ. ആര് സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുകയും ഈ 10ഉം 12ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ 8ഉം 10ഉം വയസ്സുള്ള കാലഘട്ടം മുതൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവൊക്കെ വല്ലാണ്ട് സമൂഹത്തെ അലോസരപ്പെടുത്തുന്നത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ അമ്മ കൂടി അതിന് കൂട്ടുനിന്നു. കാരണം അച്ഛൻ മരിച്ചിട്ട് 2 വർഷത്തോളമായി. ഇതിനിടയിൽ രണ്ടാനച്ഛൻ്റെ റോളിൽ കടന്നു വന്ന ആളുടെ മുന്നിലേക്ക് കുഞ്ഞുങ്ങളെ അമ്മ എറിഞ്ഞു കൊടുക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കുന്നത് തന്നെ ആ അമ്മ ആയിരിക്കണം. അവരുടെ വിശ്വാസവും എല്ലാം അങ്ങനെ തന്നെയായിരിക്കണം. ആ അമ്മയാണ് അവരുടെ സംരക്ഷണ കവചം, അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ കവചം ആ അമ്മയാണ്. ഈ അമ്മ പ്രൊട്ടക്ട് ചെയ്യേണ്ട അമ്മ അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളോട് അശ്രദ്ധയോടെ പെരുമാറുകയോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മറ്റൊരാൾക്ക് ഇത്തരം ശാരീരിക ഉപദ്രവത്തിനും ലൈംഗിക ഉപദ്രവത്തിനുമായി വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം ക്രൂരത എന്ന് വേണം പറയാൻ. അത്തരം കാര്യത്തിൽ പോലീസിന് ഈ കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ മുതൽ ആ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയം കൃത്യമാക്കുന്ന ദൂരീകരിക്കുന്ന തരത്തിലേക്കുള്ള മൊഴിയാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നും ധനേഷിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല കുട്ടികളുടെ അധ്യാപികയും ഈ കേസ് നമുക്കറിയാം, ഈ കേസ് വന്നത് തന്നെ അല്ലെങ്കിൽ ഈ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് തന്നെ ഈ കുട്ടി സഹപാഠിക്ക് എഴുതിയ കുറിപ്പ് അധ്യാപികയുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. അതിൽ തന്നെ അധ്യാപികയ്ക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾ 2 പേരും പീഡിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി. തുടർന്നാണ് അധ്യാപിക പോലീസിൽ അറിയിക്കുന്നതും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കേസിൻ്റെ പുരോഗതി ഇപ്പോൾ ഉള്ള അത്രയും അധ്യാപികയുടെ മേൽനോട്ടത്തിലാണ് സംഭവിച്ചത്. അധ്യാപികയും പറയുന്നുണ്ട്, കുട്ടികൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കറിയാം ഈ ധനേഷ് പീഡിപ്പിക്കുന്ന വിവരം അമ്മയ്ക്കറിയാമെന്ന് പറയുന്നുണ്ട്. 3 മാസം മുൻപ് വരെ 3 മാസങ്ങൾക്ക് മുൻപ് ധനേഷ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതായിട്ട് അമ്മ അറിഞ്ഞിരുന്നു എന്നാണ് ധനേഷ് പോലീസിന് നൽകിയ മൊഴി. അതുപോലെ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളും പറഞ്ഞിരുന്നു അമ്മ പീഡിപ്പിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നു എന്ന് തന്നെ പറഞ്ഞിരുന്നു.
മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് മദ്യം കൊടുക്കുന്ന ഒരു തരത്തിൽ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ലഹരിക്ക് അടിമയാക്കുന്ന ഒരു സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരിക്കും ഇതൊക്കെ സമൂഹത്തിൽ തന്നെയാണോ സംഭവിക്കുന്നത്? അമ്മമാരാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും അമ്മയുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജഡ്ജ് ആക്ട് പ്രകാരമാണ്, പുതിയ നിയമം ജഡ്ജ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് അമ്മയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അമ്മ ഇപ്പോൾ റിമാൻഡിലാണ്. ആര്യ. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്നൊരു നിമിഷം നമ്മൾ ആലോചിച്ചു പോകുന്ന വാർത്തകൾ, അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതായി സ്ഥിരീകരണം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസ് ആണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇയാൾ നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ്. പ്രതിയെ കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഷാനിദിനെ പോലെ തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഫായിസും ഈ പോലീസ് പിടികൂടിയ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്, അങ്ങനെയല്ലേ? ആര്യ, തീർച്ചയായും അങ്ങേയറ്റം വിചിത്രമായ പെരുമാറ്റ രീതിയാണ് ഈ MDMA ഉപയോഗിക്കുന്നവരിൽ നിന്നും പുറത്തു വരുന്നത് എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള സംഭവവാസങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഷാനിദ് എന്ന യുവാവ് MDMA ഉള്ളിൽ ചെന്ന ശേഷം മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം വയറ്റിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പൊതി അടക്കം വയറ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ അത് പോലീസിനെ ഭയന്ന് കഴിച്ചു എന്നതൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് തന്നെ അരയത്തഞ്ചാലിൽ സ്വദേശി ഫായിസ് എന്നയാളും സമാന രീതിയിൽ തന്നെ MDMA വിഴുങ്ങിയിരിക്കുന്നത്. ഇയാൾ ചുടലമുക്കിലെ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാൾ കൈവശമുണ്ടായിരുന്ന MDMA വിഴുങ്ങിയത്. അപ്പോൾ തന്നെ അതിന്റെ ഒരു ഭാഗം സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവശം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് MDMA വിഴുങ്ങിയെന്ന് മനസ്സിലായത്. അയാൾ വിഴുങ്ങുന്നത് കാണുകയും ചെയ്തിരുന്നു. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിശദമായ പരിശോധനകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ സ്കാനിംഗ് അടക്കമുള്ള പരിശോധന നടത്തിയപ്പോഴാണ് വയറ്റിനുള്ളിൽ തരിതരി പോലുള്ള ചില സാമഗ്രികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിഞ്ഞത്. അതെന്തായാലും MDMA ആണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ഈ യുവാവിനെ കീഴടക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഇയാൾ കൈവശമുണ്ടായിരുന്ന സാമഗ്രി വയറ്റിലേക്ക് വിട്ടിരുന്നു. ഒപ്പം ഇതിന്റെ ഒരു ഭാഗം പോലീസിന് കണ്ടെത്താൻ ലഭിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് അത് MDMA ആണെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ താമരശ്ശേരി സ്വദേശിയായ ഷാനിന്ദ്രയും അസമാനമായ രീതിയിൽ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചെങ്കിലും അയാൾ ശസ്ത്രക്രിയക്ക് അനുമതി നൽകാതിരിക്കുകയും വലിയ തോതിൽ ആ ശസ്ത്രക്രിയ നടത്തുന്ന പ്രവൃത്തി എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം ആരോഗ്യമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിധേയനാവുന്ന ആളുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സമ്മതമില്ലാത്ത ഇത്തരം ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കില്ല. പിന്നീട് അകത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയാൽ അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ ശസ്ത്രക്രിയ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അധികൃതർ എത്തിയിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഷാനിദിനെ പോലെ തന്നെ പോലീസിന് പിടിയിലായപ്പോൾ ഷാനിദിന്റെ സുഹൃത്തും ഫയാസും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ MDMA വിഴുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീട് പോലെ കാണണം, അതൊക്കെ. പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാ നമ്മുടെ അല്ലാതാകുന്നത്? വീട്ടുകാർക്കല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം കുടുംബക്കാർക്കും അയൽക്കാർക്കുമാണ്. പക്ഷെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ വീട്ടുകാരും ചോദിച്ചു തുടങ്ങും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്നാ പോണേ? അവൻ എന്താ വരാത്തെ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? നിങ്ങൾ പറ, എന്നെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഗസ്ട്രോളിലല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? അതാണ്.
വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില കൊലക്കേസ് പ്രതി യാസിറിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷിബിലയുടെ മാതാപിതാക്കൾ വീട്ടിൽ മടങ്ങിയെത്തി. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ ദിവസം നിർണായകമായ ഈ കത്തിയൊക്കെ കണ്ടെത്തിയിരുന്നു പോലീസ്. എന്തായാലും കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതിയെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ വികാരനിർഭരമായ ഒരു രംഗം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ അവർ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാഹചര്യം അത് പോലീസും മുന്നിൽ കാണുന്നില്ലേ? തീർച്ചയായും ആര്യ, ഇന്ന് കസ്റ്റഡി അപേക്ഷ താമരശ്ശേരി കോടതിയിൽ നൽകും. പക്ഷേ തിങ്കളാഴ്ചത്തേക്കോ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള സാധ്യതകളുള്ളൂ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയാവും ഈ പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടത്തുക. പക്ഷേ അത് പോലീസ് ഏത് രീതിയിൽ നടത്തുമെന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ആളുകൾക്ക് ഒരുപാട് ഉള്ള സമയത്തോ പകൽ സമയങ്ങളിലോ ഒക്കെ നടത്താൻ സാധ്യത കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രതിയുമായി അവിടേക്ക് എത്തുമ്പോൾ ഏറെ വൈകാരികമായ ഒരു പ്രതികരണം, നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഒരു പ്രതികരണമാവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഒപ്പം നാട്ടുകാർ ഏത് രീതിയിലാവും അയാളോട് പ്രതികരിക്കുക എന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ വ്യക്തമല്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അത്ര ജാഗ്രതയോടുകൂടി മാത്രം പോലീസ് അക്കാര്യങ്ങൾ ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്തായാലും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഈ ഷിബിലയുടെ അച്ഛനും അമ്മയും ഇന്നലെ ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലേക്ക് എത്തിയിരുന്നു. ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഈ മകളില്ലാത്ത വീട്ടിലേക്ക് എങ്ങനെ വരുമെന്ന് വിലപിച്ച് കയറി വരുന്ന ഒരു പിതാവിനെയും അമ്മയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ വൈകാതെ പ്രതികരണങ്ങളും ഉണ്ടായേക്കും. കാരണം ഈ പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിനെ അറിയിക്കുന്ന ഒരു ഗൗരവത്തോടുകൂടി പോലീസ് പരിഗണിച്ചില്ല എന്ന ഒരു പരാതി നേരത്തെ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം ഈ ഫൈസിന്റെ ഈ അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ പീഡനങ്ങൾക്കൊക്കെ അവരുടെ കുടുംബത്തിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നും ഈ കുടുംബത്തിന് ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. നമ്മളോട് ന്യൂസ് 18 തന്നെ പ്രതികരിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ഈ പ്രതിയുടെ അമ്മയായ സാബിറ ആരോപിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വൈകാതെ പ്രതികരണം ഉണ്ടായേക്കും. ആര്യ, തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ മകളില്ലാത്ത തങ്ങളുടെ വീട്ടിലേക്ക് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയ ആ അച്ഛനെയും അമ്മയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇന്നലെ രാത്രിയാണ് എന്തായാലും അച്ഛനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഷിബിലയുടെ പിതാവും മാതാവും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി പ്രതി യാസിറിനെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ജില്ലാ കളക്ടറെ അതൃപ്തി അറിയിച്ചു. വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച 92 കുടുംബങ്ങൾക്ക് 3 മാസമായി വാടക കിട്ടാത്ത സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. മഴക്കാലത്തിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിച്ച് പുനരധിവാസം പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കർണാടകയിൽ കന്നഡ അനുകൂല സംഘടനകൾ പ്രഖ്യാപിച്ച ബന്ദ് ഇന്നാണ്. മറാത്തി സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് കണ്ടക്ടറെ ബലഗാവിയിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കന്നഡ അനുകൂല സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ മറാത്തി ഗ്രൂപ്പുകളെ നിരോധിക്കണമെന്നാണ് കന്നഡ അനുകൂല സംഘടനകളുടെ പ്രധാന ആവശ്യം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ബന്ദ്. കർണാടകയിലെ 48 MLA-മാർ ഹണി ട്രാപ്പിൽപ്പെട്ടെന്ന സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണയുടെ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഭയിൽ പ്രതിഷേധിച്ച 18 MLA-മാരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന മന്ത്രിയുടെ ആവശ്യത്തിൽ സർക്കാർ വൈകാതെ തീരുമാനം എടുക്കും. ഇന്ന് IPL പൂരത്തിന് തുടക്കമാകുകയാണ്. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് നോക്കാം.
IPL 18-ാം സീസണ് ഇന്ന് കൊൽക്കത്തയിൽ തിരിതെളിയും. ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന പോരാട്ടം. ഇത്തവണ 13 വേദികളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടത്താനാണ് BCCI തീരുമാനം. ബോളിവുഡ് താരങ്ങളടക്കം ഉദ്ഘാടന പരിപാടികളിൽ അണിനിരക്കും. കിരീടത്തിനായി 10 ടീമുകൾ 13 വേദികളിലായി കൊമ്പ് കോർക്കുന്ന 2 മാസക്കാലമാണ് ഇനി. കൊൽക്കത്തയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും IPL ചരിത്രത്തിൽ ആകെ ഏറ്റുമുട്ടിയിട്ടുള്ളത് 34 തവണയാണ്. ഈ 34 തവണ ഏറ്റുമുട്ടിയതിൽ 20 തവണയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു ജയം. അതായത് RCB ജയിച്ചത് 14 തവണ മാത്രം. ഇനി ഏറ്റവും ഒടുവിലത്തെ 5 മത്സരങ്ങൾ നോക്കിയാലും അവിടെ കൃത്യമായിട്ടുള്ളൊരു മേധാവിത്വമുണ്ട്. ആർക്ക്? കൊൽക്കത്തയ്ക്ക്. 5 മത്സരങ്ങളിൽ 4ലും KKR ഗംഭീര ജയം സ്വന്തമാക്കി. ഒരിക്കൽ മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയത്തിന്റെ മധുരത്തോടുകൂടി തിരികെ കയറാൻ സാധിച്ചത്. ഇനി ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയം കൊൽക്കത്തയിലെ കാലാവസ്ഥയാണ്. ഇടിവെട്ടി മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് എന്താണ്? മഴയോ അതോ റൺമഴയോ? ഇടിവെട്ട് പ്രകടനത്തിനായി കാത്തിരിക്കാം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ. IPL അതിന്റെ 18-ാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു ക്രിക്കറ്റ് വിപ്ലവാത്മകമായിട്ടുള്ള മാസങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ലോകം മുഴുവൻ. ഇനിയുള്ള രാവുകൾ മുഴുവൻ ക്രിക്കറ്റിന്റെ ആവേശത്തിനായി നമുക്ക് കൺപാർത്തിരിക്കാം. എൽദോപോൾ പുതുശ്ശേരിയുടെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും IPL പൂരം തുടങ്ങാനിരിക്കെ ഇന്ന് ആരംഭിക്കുമ്പോൾ ഏറെ ചർച്ചയാകുന്നത് ചഹലിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. 2011 മുംബൈ ഇന്ത്യൻസ് താരങ്ങളിൽ നിന്ന് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് ലെഗ് സ്പിന്നർ യുസവേന്ദ്ര ചഹൽ. ചാമ്പ്യൻസ് ലീഗ് കാലഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിലെ സഹതാരങ്ങൾ തന്നെ ഉപദ്രവിച്ചെന്നായിരുന്നു ചഹലിന്റെ വെളിപ്പെടുത്തൽ. മുംബൈ ഇന്ത്യൻസ് സഹതാരങ്ങളായ ആൻഡ്രൂ സൈമൺസും ജെയിംസ് ഫ്രാങ്ക്ലിനും തന്നെ കെട്ടിയിട്ട് വായിൽ ടേപ്പ് ഒട്ടിച്ച് രാത്രി മുഴുവൻ മുറിയിൽ കിടത്തിയെന്നാണ് ചഹൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ IPL സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 ടീമുകൾ ഉണ്ടെങ്കിൽ അത് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായിരിക്കും. എന്നാൽ ഈ 2 ടീമുകളെയും തഴഞ്ഞ് പ്ലേ ഓഫ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സേവാഗ്. വീരുവിന്റെ പ്രവചനം ഞെട്ടലോടെയാണ് കായിക ലോകം കേട്ടത്. എന്തായിരിക്കാം വീരു അങ്ങനെ പ്രവചിക്കാൻ കാരണം? മുൻ താരങ്ങളും ക്രിക്കറ്റ് പ്രേമികളും പ്ലേ ഓഫിൽ ഏതൊക്കെ ടീമുകൾ എത്തുമെന്ന് പ്രവചിക്കുന്നത് സാധാരണ സംഭവമാണ്. ആവേശകരമായ IPL ആരംഭിക്കാനിരിക്കെ വൈറലാകുന്നത് സേവാഗിന്റെ പ്രവചനമാണ്. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇത്തവണത്തെ IPL സീസണിൽ പ്ലേ ഓഫ് കാണില്ല. ഇതാണ് വീരുവിന്റെ പ്രവചനം. കേട്ടപാടെ ഈ വർഷമെങ്കിലും കപ്പ് നേടുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന ബാംഗ്ലൂർ ആരാധകർ നിരാശരായി. മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ്, ലക്നൌ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്കാണ് വീരു പ്ലേ ഓഫ് സാധ്യതകൾ കാണുന്നത്. അതിൽ കിരീടം നേടാൻ സാധ്യതയുള്ളത് മുംബൈക്കാണെന്നും സെവാഗ് പറഞ്ഞു വെക്കുന്നുണ്ട്. സെവാഗിന്റെ പ്രവചനത്തെ സ്വീകരിക്കുന്നവരും തള്ളിക്കളയുന്നവരുമുണ്ട്. എന്നാൽ ചെന്നൈ പ്ലേ ഓഫ് കാണില്ല എന്ന് പറഞ്ഞത് സെവാഗ് മാത്രമല്ല. ആദം ഗിൽക്രിസ്റ്റ്, രോഹൻ ഗവാസ്കർ, ഹർഷ ഭോഗ്ലെ, മനോജ് തിവാരി എന്നിവരെല്ലാം ചെന്നൈയെ തഴയുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പുതിയ IPL സീസൺ ഇന്ന് തുടങ്ങുമ്പോൾ അടിമുടി മാറ്റവുമായാണ് 10 ടീമുകളും കളത്തിലിറങ്ങുന്നത്. 10ൽ 9 ക്യാപ്റ്റന്മാരും ഇന്ത്യൻ താരങ്ങളാണെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. നോക്കാം IPL നായകന്മാരെ. IPLിലെ നായകന്മാരുടെ ടീം എന്ന ബഹുമതി മുംബൈ ഇന്ത്യൻസിനാണ്. ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന മുംബൈയിൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ സമ്മേളനമാണ്. 2020 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും രാജ്യത്തിനായി നേടിയ രോഹിത് ശർമ്മ. 5 IPL ടൈറ്റിലുകളുടെ തിളക്കവും രോഹിത്തിനുണ്ട്. ഇന്ത്യൻ T20 നായകൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച ജസ്പ്രീത് ബുംറ, എമർജിംഗ് ടീമിന്റെ നായകനായിരുന്ന തിലക് വർമ്മ. അങ്ങനെ നീളുന്നു ആ പട്ടിക. ടൈറ്റിലുകളുടെ കാര്യത്തിൽ മുംബൈക്കൊപ്പം നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്പണർ ഋതുരാജ് ഗെയ്ക്വാദാണ് ടീമിനെ നയിക്കുന്നത്. കഴിഞ്ഞ സീസണിലാണ് MS ധോണിയിൽ നിന്ന് ഋതുരാജ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. നിലവിൽ IPLിലെ സീനിയോറിറ്റി ഉള്ള നായകൻ സഞ്ജു സാംസൺ ആണ്. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണ് ഇത് തുടർച്ചയായ 5ാം സീസണാണ്. നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇക്കുറി സർപ്രൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ സീനിയർ താരം അജിങ്ക്യ രഹാനെയാണ്. കൊൽക്കത്തയെ കഴിഞ്ഞ തവണ വിജയികളാക്കിയ ശ്രേയസ് അയ്യർ ഇത്തവണ കളം മാറി പഞ്ചാബ് ടീമിനെ നയിക്കുന്നു. നിലവിലെ റണ്ണേഴ്സപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തലപ്പത്ത് ഓസീസ് കരുത്തായ പാറ്റ് കമിൻസ് ആണ്. ഋഷഭ് പന്ത് ഒഴിച്ചിട്ട് പോയ നായകസ്ഥാനത്തേക്ക് ഡൽഹി കണ്ടെത്തിയത് ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെ. കന്നിക്കിരീടം ഇനിയും കിട്ടാക്കനിയായ വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരിനെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഇതുവരെ ഇന്ത്യക്കായി ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത രജത് പത്തിദാറാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായി ശുഭ്മൻ ഗിൽ തുടരുമ്പോൾ ഈ സീസണിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി പൂനെയിലെത്തിയ ഋഷഭ് പന്ത് ലക്നൌ സൂപ്പർ ജയൻസിനെ നയിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.
ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന ഇന്ന് ഉറുഗ്വേയെ നേരിടും. പരുക്കുപറ്റിയ മെസ്സി ഇല്ലാതെയാകും അർജന്റീന ഇന്ന് ഇറങ്ങുക. അമേരിക്കയിലെ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് മെസ്സിക്ക് പരിക്കേറ്റത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീന 25 പോയിന്റുമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പോയിന്റ് ടേബിളിൽ ഒന്നാമതാണ്. 20 പോയിന്റുള്ള ഉറുഗ്വേ 3-ാം സ്ഥാനത്താണ്. അർജന്റീനയെ പരാജയപ്പെടുത്തിയാൽ ഉറുഗ്വേക്ക് ബ്രസീലിനെ പിന്തള്ളി 2-ാം സ്ഥാനത്തെത്താം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കായിക ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, വിശേഷങ്ങൾ. ഇനി നമ്മൾ മറ്റു വാർത്തകൾ കൂടി നോക്കുകയാണ്. ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. എറണാകുളം AR ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ CV സജീവനെതിരെയാണ് അന്വേഷണം. റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർച്ച് 10-നാണ് സംഭവം. ഔദ്യോഗിക ബഹുമതി ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്യൂണിഷൻ എന്ന വെടിയുണ്ടയാണ് പൊട്ടിത്തെറിച്ചത്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംസ്കാര ചടങ്ങുകൾക്കായി വെടിയുണ്ടകൾ എടുത്തപ്പോഴാണ് ക്ലാവ് പിടിച്ചതായി കണ്ടെത്തിയത്. ശേഷം ഇദ്ദേഹം അത് ചട്ടിയിലിട്ട് ചൂടാക്കി ശരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് തുണിക്കടയിൽ വസ്ത്രം മാറിയെടുക്കാനെത്തിയ 12-കാരന് നേരെ ജീവനക്കാരന്റെ ആക്രമണം. ആക്രമിച്ച ജീവനക്കാരൻ അശ്വന്ത് പോലീസിന് പിടിയിലായി. മർദ്ദനമേറ്റ കുട്ടി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഈ വസ്ത്രം മാറി എടുക്കാൻ വന്ന ഈ ചെറിയ കുട്ടിയെ ഇയാൾ എന്തിനാണ് മർദ്ദിക്കുന്നത്? നമുക്കിപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവുന്നില്ല. പക്ഷെ ആ വസ്ത്രം മാറി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടി അത്തരത്തിൽ വസ്ത്രം മാറി എടുക്കാൻ നിൽക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിൽ അതൃപ്തിയുണ്ട്. അതാണ് ഇത്തരമൊരു അക്രമത്തിലേക്ക് നീങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ പറയുന്ന സംഭവം നടന്നിരുന്നത്. നേരത്തെ ഒരു വസ്ത്രം ഈ കുട്ടി എടുത്തിരുന്നു. അത് പിന്നീട് മാറിയെടുക്കാനായി കടയിൽ എത്തുകയാണ്. ഇതിനിടയിലാണ് ടെക്സ്റ്റൈൽ ജീവനക്കാരൻ ഈ കുട്ടിയെ തള്ളിവിടുന്നത്. എന്തായാലും കുട്ടി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകുകയും ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ കുട്ടിയെ ആക്രമിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് നമ്മുടെ ചുറ്റും ആക്രമണങ്ങൾ നടക്കുന്നത്, വളരെ പ്രകോപിതരായി മനുഷ്യർ പെരുമാറുന്നത് എന്നുള്ളതാണ്. വസ്ത്രം മാറിയെടുക്കാൻ വന്ന ഒരു 12 വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ജീവനക്കാരനെ ആക്രമിക്കുന്നത്. എന്തായിരുന്നു അതിന് പിന്നിൽ എന്നുള്ള വ്യക്തമായ കാരണം ഇനി പുറത്തു വരേണ്ടതുണ്ട്. ചിത്രകലയിലെ ലഘുപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാനായി പുസ്തകങ്ങൾ ഇറക്കി കാസർകോട്ടെ യുവ ചിത്രകാരൻ. ചിത്രകലയിൽ സർഗവാസന തെളിയിക്കുന്ന കാസർഗോഡ് കുമ്പളയിലെ മോഹൻദാസ് ആണ് കുട്ടികൾക്കായി പുസ്തകം ഇറക്കിയത്. കുട്ടികൾക്കായി സ്കെച്ച് എന്ന പേരിൽ 70 പേജുകളുള്ള 2 പുസ്തകങ്ങളാണ് യുവചിത്രകാരനായ മോഹൻദാസ് പുറത്തിറക്കിയത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് ചിത്രങ്ങൾ. ആപ്പിളിൽ തുടങ്ങി സീബ്രയിലാണ് ചിത്രങ്ങൾ അവസാനിക്കുന്നത്. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം എങ്ങനെ തുടങ്ങണം, തുടർന്ന് അവസാന ഭാഗം പൂർത്തീകരിക്കൽ എന്നിവ കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ മോഹൻദാസ് ഇറക്കിയ പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കാം. പെൻസിൽ ഡ്രോയിങ്ങിലൂടെയാണ് ആസ്വാദകരമായ വിധത്തിൽ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് അക്ഷരങ്ങളിലൂടെ വിവിധതരം പക്ഷികളെയും മൃഗങ്ങളെയും എളുപ്പത്തിൽ വരയ്ക്കാൻ സഹായകരമാകുന്ന ചിത്രങ്ങൾ കുരുന്നുകളെ ഇതിനകം ആകർഷിച്ചിട്ടുണ്ട്. അടുത്ത് വരുമ്പോൾ ഓരോ കുട്ടികളെല്ലാം ചിത്രം വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് പാടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് പഠിപ്പിക്കാൻ തോന്നി. കുട്ടികൾ പറയുന്നത് ഫസ്റ്റെല്ലാം ചിത്രം വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങളെ ബുക്ക് കിട്ടിയ പിന്നെ എനിക്ക് കുറച്ച് ഈസി മെത്തേഡിലായിട്ട് ഓരോ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടാകും. 10ാം ക്ലാസ് മുതൽ ചിത്രകല കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ സ്കൂൾ അധ്യാപകൻ കൂടിയായ മോഹൻദാസ് വിശ്രമവേളകളിലാണ് ചിത്രരചനയിൽ സജീവമാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഒരു നാടിൻ്റെ നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യം പൂവണിയാൻ പോകുന്ന ഒരു സന്തോഷം ഉള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വേമ്പനാട്ട് കായലിന്റെ കുറുകെ പണി പൂർത്തിയാകുന്ന പെരുമ്പളം പാലത്തിന് പ്രദേശവാസികളുടെ ജീവന്റെ വിലയുണ്ട്.
ജലഗതാഗതത്തിലൂടെ മാത്രം പുറം ലോകത്തേക്ക് എത്താൻ കഴിയുമായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ദുരിതയാത്രയാണ് പാലം പണി പൂർത്തിയാകുന്നതോടെ അവസാനിക്കുന്നത്. പെരുമ്പളം ഗ്രാമദ്വീപിനെ അരൂക്കുറ്റി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പാലം 100 കോടി ചെലവഴിച്ചാണ് സർക്കാർ നിർമ്മിക്കുന്നത്. പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷമായ പാലമാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. 1115 മീറ്ററാണ് നീളം. പാലത്തിന്റെ അന്തിമഘട്ട ജോലികളും അപ്രോച്ച് റോഡും ഏറെക്കുറെ പൂർത്തിയായി. സംസ്ഥാനത്തെ തന്നെ കായലിലൂടെയുള്ള ഏറ്റവും നീളമേറിയ പാലമാകും പെരുമ്പളം പാലം. 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 11 മീറ്ററാണ് വീതി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചത്. അടിയന്തര രോഗ സാഹചര്യങ്ങളിൽ പോലും മണിക്കൂറുകൾ ബോട്ടിലോ ജങ്കാറിലോ സഞ്ചരിച്ചു വേണം പെരുമ്പളംകാർക്ക് ഒരു ആശുപത്രിയിലെത്താൻ. കായലിന്റെ ഓളങ്ങളിൽ പൊലിഞ്ഞ ജീവനുകൾ എണ്ണമറ്റതാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ വിലയുള്ള പാലമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരുപാട് ആശ്വാസം കിട്ടും. വളരെയേറെ ഉപകാരമാണ്. ഒരു ആശുപത്രി കേസ് വന്നാൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ അമ്മക്ക് തുകയെല്ലാം ഇപ്പോൾ പെരുമ്പളം ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ബോട്ടിന് കയറി ഇക്കരെ വന്ന് അരുക്കുറ്റപ്പ് മരിച്ച്. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അവിടെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇത് വന്നാൽ അതിനൊരു അറുതിയായി. ജീവന്റെ വിലയുണ്ട്. ഉണ്ട്. ജീവന് ഭയങ്കര വിലയാണ് പെരുമ്പളത്ത്. അതല്ലെങ്കിൽ ഈ ദ്വീപിൽ നിന്ന് എങ്ങനെ ഒരിടത്തേക്ക് പോയി രക്ഷപ്പെടും. ഇപ്പം ഇത് വന്നതുകൊണ്ട് വളരെ ആശ്വാസമാണ് ആൾക്കാർക്ക്. ഒരു സമയം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് കൂടിയാണ് വിരാമമാകുന്നത്. ജങ്കാറിനാണ് ഇപ്പോൾ പോന്നിട്ടിരിക്കുന്നത്. പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇപ്പോൾ അവിടെ ഒരു ആഘോഷ പരിപാടി തന്നെ പങ്കെടുക്കാൻ നമുക്ക് പറ്റില്ല. ഉത്സവങ്ങളായാൽ തന്നെ 9 മണി വരെ ജങ്കാറുള്ളൂ. ജങ്കാർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോരാൻ പറ്റില്ല. പാലമാണെങ്കിൽ നമുക്ക് ഉത്സവാഘോഷം കാണും. അവിടെയും നല്ല ഡെവലപ്പാവും. ഇങ്ങോട്ടും ആൾക്കാർ വരും, ടൂറിസ്റ്റുകാരൊക്കെ വരും. നല്ല ഇതായിരിക്കും. 2016-17 വർഷത്തെ സംസ്ഥാന ബജറ്റിലെ പദ്ധതിയുടെ ഭാഗമായി 4.86 കോടി രൂപ തന്നെ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി വന്നിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വടുതല ജെട്ടി ഭാഗത്തു നിന്ന് തുടങ്ങുന്ന പാലം അവസാനിക്കുന്നത് പെരുമ്പളത്തെ പെരിഞ്ചിറക്കരയിലാണ്. തെരുവിളക്കുകൾ സ്ഥാപിക്കൽ, പെയിന്റിംഗ് ജോലികൾ എന്നിവ പൂർത്തീകരിക്കാനുണ്ട്. വില്ല് സ്ട്രിംഗ് ആർച്ച് പാലമായ പെരുമ്പളം പാലം വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന അതിമനോഹരമായ ഒരു സ്പോട്ടായി ഇപ്പോഴേ തന്നെ മാറിയിട്ടുണ്ട്. പെരുമ്പളം പാലം പൂർത്തിയാകുമ്പോൾ ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിന്ന് ഒരു ജനത മോചിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ടൂറിസം രംഗത്തു കൂടി വലിയ സാധ്യതകളാണ് ഈ നിർമ്മാണം നൽകുന്നത്. പെരുമ്പളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറിയെ തുടർന്ന് അടച്ച ബ്രിട്ടനിലെ ഹീത്രോ വിമാനത്താവളം തുറന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷമുള്ള ആദ്യ വിമാനവും ലാൻഡ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ വിമാനങ്ങളാണ് 24 ദിവസത്തിനിടെ റദ്ദാക്കിയത്. തീപിടുത്തത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷണം തുടങ്ങി. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ വിമാനത്താവളമാണ് ഹീത്രോ. ലണ്ടനിലെ 10,000-ലധികം വീടുകളിലും വൈദ്യുതിയില്ല. എന്തായാലും ലോകത്താകമാനമുള്ള വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ച ഒരു അപകടമായിരുന്നു. മാത്രമല്ല, ഹീത്രോ വിമാനത്താവളം അടച്ചതോടുകൂടി അത്തരത്തിൽ വിമാന സർവീസുകളെ എല്ലാം അത് ബാധിച്ചിരുന്നു. എല്ലാം താറുമാറായിരുന്നു സർവീസുകളെല്ലാം. ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇനി നമ്മൾ പോകുന്നത് പ്രേക്ഷകരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ന്യൂസ് 18ന്റെ വക ആശംസകൾ നേരുകയാണ്. ഒപ്പം ന്യൂസ് 18നോടൊപ്പം ഈ ആഘോഷവേള പങ്കുവയ്ക്കുവാനായി ചേരുന്നത് കടയ്ക്കൽ സ്വദേശികളായ തരുൺ ആൻഡ് അതുല്യാണ്. തരുണും അതുല്യ ദമ്പതികളുടെ 1ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഇരുവർക്കും വിവാഹ ആശംസകൾ നേരുകയാണ്, വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി 2 പേരും അടിച്ചു പൊളിക്കുക. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഇതേപോലെ ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748
വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ഏതാണ്, അത് എന്താണ്, ഇപ്പോൾ ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ അത് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പേര് പറയുക, നിങ്ങളുടെ ഫോൺ നമ്പർ പറയുക, ഒപ്പം നിങ്ങളുടെ സ്ഥലം കൂടി ഞങ്ങളെ അറിയിക്കുക. പിറന്നാൾ ആയിക്കോട്ടെ, വിവാഹ വാർഷികമായിക്കോട്ടെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സന്തോഷമുള്ള ദിനവും ആയിക്കോട്ടെ, അത് ന്യൂസ് 18നോടൊപ്പം ആഘോഷിക്കാം. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്.